Hello, hi, welcome back. How to prepare for English first term examination? Recurring question ആണ്. തല പൊകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും നിങ്ങളിപ്പോൾ. ഇത് ആലോചിക്കാനുള്ള കാരണം എക്സാം അടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ നിങ്ങൾ ലാംഗ്വേജിനെ കുറിച്ചൊക്കെ ആലോചിക്കാറുള്ളത് അല്ലെ. എല്ലാവരുടെ കേസും അല്ല, പൊതുവേ നമ്മൾ ഇംഗ്ലീഷിനൊക്കെ അത്ര വില കൊടുക്കാറുള്ളൂ. ഞാനും അത്ര വില കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പൊ ഇത് തല പുകയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അങ്ങനെ വലിയ സംഭവം ആയതുകൊണ്ടല്ല. ഇത്രയും സിമ്പിളായ സബ്ജക്ട്, ഇത്രയും സിമ്പിളായ ഒരു ലാംഗ്വേജ് എന്തുകൊണ്ട് ഞാൻ എഴുതിയിട്ട് എനിക്ക് മാർക്ക് കിട്ടുന്നില്ല എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ തല പുകയുന്നത്. സിമ്പിൾ ആയിട്ട് ഒരു ഉത്തരം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്കിപ്പോ മാർക്ക് കുറവാണ് ഇംഗ്ലീഷിന്, പക്ഷെ നല്ലോണം മാർക്ക് കിട്ടുന്ന ഒരാൾ, ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ലോ, നിങ്ങളുടെ ക്ലാസ്സിലോ നിങ്ങളുടെ അപ്പുറത്തെ ക്ലാസ്സിലോ നിങ്ങളുടെ സ്കൂളിലോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇംഗ്ലീഷിന് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യുന്ന ഒരാൾ ഉണ്ടാവില്ലോ. ആ ബിരുദനും നിങ്ങൾ തമ്മിലുള്ള ഫണ്ടമെന്റൽ വ്യത്യാസം എന്താണെന്നറിയോ? സിംപിളി പറഞ്ഞാൽ പ്രാക്ടീസ്. ഇത് ഇംഗ്ലീഷിന്റെ കേസിൽ മാത്രമല്ല, ഏതൊരു ലാംഗ്വേജ് സബ്ജക്റ്റിലും നിങ്ങളിപ്പോ ഒരു മാർക്ക് കുറഞ്ഞൊരു സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ മാർക്ക് കൂടുതൽ എപ്പോഴും നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആ ഒരാളുമായിട്ടുള്ള ഫണ്ടമെന്റൽ വ്യത്യാസം എന്ന് പറയുന്നത് അയാൾക്ക് കൈത്തഴക്കം കൂടുതലുണ്ട് എന്നുള്ളത്. എഴുതി മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇംഗ്ലീഷിന്റെ കേസിൽ എസ്പെഷ്യലി നമുക്ക് ആ ഒരു പ്രാക്ടീസിൽ നിന്ന് മാത്രമേ ആ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമുക്കൊരു ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നിശ്ചിതമായ സമയം മതി. നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾ ഒരു അത്യാവശ്യം പഠിച്ചിട്ടാണ് നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഇത് ഫീൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റും എഴുതുന്ന സമയത്തില്ലേ, നിങ്ങൾക്ക് ആ ഒരു ഉത്തരം അറിയാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ ബാക്കിയായിരിക്കും. പക്ഷെ ഇംഗ്ലീഷിന്റെ കേസിലല്ലേ, നിങ്ങൾക്ക് ഉത്തരം അറിയാം, നിങ്ങളുടെ മനസ്സിൽ ആ ഉത്തരം ഉണ്ട്, നല്ല ക്ലാരിറ്റിയിൽ ഉത്തരം ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളെ കൊണ്ട് എഴുതി തീർക്കാൻ വേണ്ടി പറ്റൂല. അവസാനം എക്സാം ഹാളിൽ ഇരുന്നു, അയ്യോ 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയി, 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയി, അതിന്റെ അപ്പുറത്തെ പേജിൽ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തന്നെ ഞാൻ കണ്ടില്ല. ഇങ്ങനെ സ്ഥിരമായിട്ട് കംപ്ലൈന്റ് വരാറുള്ളതാണ്. അല്ലെങ്കിൽ ഗ്രാമർ എനിക്ക് വിടേണ്ടി വന്നു, അത് വായിച്ചു നോക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു പാസേജ് അത് മൊത്തം റീഡ് ചെയ്യാനുള്ള ഒന്നും സമയം ഉണ്ടായിരുന്നില്ല, ഞാൻ അവിടെ വെച്ചിട്ട് പോയി. ഇത് സ്ഥിരമായിട്ട് കേൾക്കാറുള്ളതാണ്. സോ ഇതിന്റെ ഒരു പ്രശ്നം നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ കൈത്തഴക്കം വേണം, പ്രാക്ടീസ് വേണം. ഉത്തരങ്ങൾ എഴുതിയിട്ട് തന്നെ നമുക്ക് പ്രാക്ടീസ് വേണം, അല്ലാതെ വേറെ ഒന്നും നടക്കില്ല. നിങ്ങൾ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വിഴുങ്ങിയതുകൊണ്ട് കാര്യമില്ല, നിങ്ങളുടെ വേറെ ഏത് ട്യൂഷന് പോയിരുന്നത് കൊണ്ട് കാര്യമില്ല, നിങ്ങൾ ഏതെങ്കിലും ഗൈഡ് വായിച്ചതുകൊണ്ട് കാര്യമില്ല. സിംപ്ലി പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ചെയ്തിട്ട് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഒരേ ഒരു കാര്യമില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഫണ്ടമെന്റലി വേണ്ടത് പ്രാക്ടീസ് ആണ്. ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടാലും അതങ്ങനെ ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിട്ടിട്ട് കാര്യമില്ല. ആ കേട്ട കാര്യങ്ങൾ പ്ലസ് പ്രാക്ടീസ്. ഇത് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരു 25% ബാക്കി മൊത്തം പ്രാക്ടീസുമാണ്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾ കേൾക്കേണ്ടത്. ഒന്നാമത്തത്, നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് അകാരണമായ ഒരു പേടിയുണ്ട്. ഈ അകാരണമായ പേടി വരാൻ കാരണം നമുക്കത് എത്രയാണ് പഠിക്കാനുള്ളത്, എത്രയാണ് പഠിക്കാനുള്ളതെന്ന് അറിയാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ഏകദേശം അറിയാന്നുണ്ടെങ്കിലും ക്ലാരിറ്റി ഉണ്ടാവില്ല. ഒരു ചാപ്റ്റർ എത്ര വലുതാണെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ മറന്നുപോയിട്ടുണ്ട്. നമുക്ക് കാരണം ചിലപ്പോൾ നിങ്ങൾ സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിലും കൊമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിലും ഹ്യൂമാനിറ്റി സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ള സബ്ജക്റ്റിന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ചിലപ്പോൾ നമ്മൾ മലയാളത്തിനോ ഇംഗ്ലീഷിനോ കൊടുക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് അതിന്റെ എന്ത് മനസ്സിലാവില്ല, അതിന്റെ ഡെപ്ത് മനസ്സിലാവില്ല. സോ അണ്ടർസ്റ്റാൻഡിങ് ഡെപ്ത് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു. എന്ന് വെച്ചാൽ നമ്മളിപ്പോ നാട്ടിൽ നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഇപ്പൊ ഈ കുളങ്ങളിലോ പുഴകളിലോ ഒക്കെ കുളിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം അതിന്റെ ഒരു ആഴം എത്രയാണ്, അതാണ് ഡെപ്ത് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആഴം എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് പിന്നെ എടുത്ത് ചാടണോ നീന്തണോ ഉളിയിടണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുള്ളൂ. സോ ഡെപ്ത് എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് എത്ര പഠിക്കാനുണ്ട്, എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കലാണ്. ബേസിക്കലി നമുക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. ഈ ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാ വരുന്നത്? ഇതിൽ നമുക്ക് കഥകളും കവിതകളും ഒക്കെയാണ്, പോയിംസ്, എസ്സേസ് പഠിക്കാനുണ്ട്, സ്പീച്ച് ഒക്കെയാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇതെന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം. ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേമിൽ 2 യൂണിറ്റ് ആണ് പഠിക്കാനുള്ളത്. 2 യൂണിറ്റിൽ നിന്നും കൂടെ ആയിട്ട് നമുക്കൊരു 6 ചാപ്റ്ററുകളാണ് പഠിച്ചെടുക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് മൊത്തമായിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ യൂണിറ്റ് മൊത്തമായിട്ടുണ്ട്. രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നമുക്ക് 2 ചാപ്റ്ററേ ഉള്ളൂ. ഇതിൽ നിന്ന് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരാം, ചിലപ്പോൾ ഒരു ചാപ്റ്റർ 2 ചാപ്റ്റർ ആഡ് ചെയ്തേക്കാം. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ പ്രകാരം നമുക്ക് ഈ 2 യൂണിറ്റിൽ നിന്ന് 6 ചാപ്റ്റർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ദ ഫസ്റ്റ് ചാപ്റ്റർ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു ചെറുകഥയാണ് ഇവിടെ പഠിക്കാനുള്ളത്. ആൻഡ് കമ്മിങ് ടു ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്നത് സ്പീച്ച് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഡോക്ടർ APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള ഒരു സ്പീച്ച് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടെ എഴുതട്ടെ,
പ്രൊഫൈലാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഒരു ഷോർട്ട് പ്രൊഫൈലാണ്. ഇഫ് എന്ന് പറയുന്ന ഒരു പോയമാണ്. ആൻഡ് ദെൻ ഗാന്ധി കേം എന്ന് പറയുന്നത് എസ്സേ ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഡെത്ത് ദ ലെവലർ അഗൈൻ ഒരു പോയമാണ് പഠിക്കാനുള്ളത്. സോ 2 പോയം നമുക്ക് പഠിക്കാനുണ്ട്, ഒരു പ്രൊഫൈല് പഠിക്കാനുണ്ട്, ഒരു സ്പീച്ച് പഠിക്കാനുണ്ട്, ഒരു എസ്സേ പഠിക്കാനുണ്ട്, ഒരു ഷോർട്ട് സ്റ്റോറി പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു. ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. പ്രോസ്, എസ്സേ പഠിക്കുന്നുണ്ട്, ഷോർട്ട് സ്റ്റോറി പഠിക്കുന്നുണ്ട്, പോയം പഠിക്കുന്നുണ്ട്. സോ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മിശ്രമായ ഒരു സാധനമാണ് നമുക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ളത്. ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അത്യാവശ്യം ലെങ്തി ആണ്. പിന്നെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് അത്യാവശ്യം ലെങ്തി ആണ്. ആൻഡ് ദെൻ ഗാന്ധി കേം എന്ന് പറയുന്നത് ലെങ്തി ആയതുകൊണ്ടല്ല, പക്ഷെ നമുക്ക് അതിന്റെ ഒരു മീനിങ് പ്രോസസ് ചെയ്തെടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ 2 പോയംസ് പഠിക്കുന്നത് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മുടെ ഇത് പഠിക്കുന്ന പോലെ തന്നെ പ്രോസ് പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇഫ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഡെത്ത് ലെവലർ പഠിക്കുന്ന സമയത്തും കുറച്ച് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് ഉഡായിപ്പിലൂടെ കുറച്ച് മാർക്ക് കൂടുതൽ വാങ്ങിയെടുക്കാം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. സിമ്പിൾ ആയിട്ട് എങ്ങനെ അത് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പഠിക്കാണ്ടെന്നുള്ളത് മനസ്സിലായി. അണ്ടർസ്റ്റാൻഡിങ് ദ ഡെപ്ത്, അതിന്റെ ഒരു ആഴം മനസ്സിലായി. 6 ചാപ്റ്റർ ഉണ്ട്, 2 യൂണിറ്റ് ഉണ്ട്, അതിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ടു ടേക്ക് ഫ്രം ദ ചാപ്റ്റർ. നമ്മുടെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കണ്ടതല്ലേ? അതിൽ പറ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതത്രയും നമുക്ക് ഇംഗ്ലീഷ് എക്സാമിന്റെ തലേന്ന് വായിച്ചു പോകുന്നത് റിസ്ക് ആണ്. അത്രയും സമയം നമുക്ക് കിട്ടൂല, ടൈം വേസ്റ്റ് ആയി പോകും. ആ ടൈമൊക്കെ നമുക്ക് കൊടുക്കേണ്ടത് പ്രാക്ടീസിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു 75% പോകുന്നത് പ്രാക്ടീസിലേക്കാണ് മാർക്ക് കൂടുതൽ കിട്ടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ആ ഒരു ബിരുദൻ, നിങ്ങൾക്ക് പരിചയമുള്ള ആ ബിരുദൻ ആകെ കുറച്ച് കൂടുതലുള്ളത് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിന് എന്ത് ചെയ്യണം എന്നറിയോ? ചാപ്റ്റർ നമുക്ക് കണ്ടൻസ്ഡ് ഫോമിലാക്കി മാറ്റണം. അതായത് എക്സാമിന് എന്താണോ വേണ്ടത്, സ്ഥിരമായിട്ട് അതിനൊരു പാറ്റേൺ ഉണ്ട്. ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാം പറയാനും ചോദിക്കൂല. അതൊന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള കുറച്ചൊരു ഏരിയ ഉണ്ട്. ആ കണ്ടൻസ് ചെയ്ത ഫോം എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിന് നമ്മൾ കണ്ടൻസ് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരൊറ്റ പേജിൽ മാത്രമുള്ള കണ്ടന്റ് അതിന്ന് ചോദിക്കുള്ളൂ. അത് മതി നമുക്ക്. അല്ലാതെ പക്ഷി അങ്ങോട്ട് പറന്നു, പക്ഷി ഇങ്ങോട്ട് പറന്നു, അവിടെ കുടുങ്ങി, ഇവിടെ കുടുങ്ങി, അവിടെ ചാടാൻ പറ്റിയില്ല, ചിന്തിച്ചു, ടെൻഷനായി, ഇത്രയും വേണ്ട. നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മതി. ആ കുറച്ച് കാര്യങ്ങളെ നമുക്ക് കണ്ടൻസ് ചെയ്തിട്ട് ഒരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ഉണ്ടാക്കാം. പേടിക്കണ്ട, ഇതുവരെ നിങ്ങൾ ക്യാപ്സ്യൂൾ ആക്കിയിട്ട് ഉണ്ടാക്കിയില്ല, പ്രശ്നമൊന്നുമില്ല. ഞാൻ സാധാരണഗതിയിൽ നമ്മുടെ എക്സാം എടുക്കുന്ന ആ ലൈവുകളിലൊക്കെ ഞാനിത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞുകൊണ്ട്, ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതായത് വളരെ കുറഞ്ഞ പോയിന്റിൽ ഇത് ഏറ്റവും ആവശ്യമായ ചാപ്റ്റർ നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഏറ്റവും ആവശ്യമായ ചാപ്റ്റർ ആൻഡ് ദെൻ ഗാന്ധി കേം ആണ്. കാരണം അതൊരു വലിയ എസ്സേ ആണ്. നമുക്ക് അതിലുള്ള എല്ലാ കാര്യങ്ങളും ഓർത്തു വെക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അതിലുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചാൽ നമുക്കിത് ക്ലിയർ ആക്കാം. അപ്പൊ ചാപ്റ്റർ മൊത്തം പഠിക്കാൻ നിൽക്കരുത്. ഇത് നിങ്ങളില്ലേ, ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെയാണ് ഇനി ഭാവിയിൽ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിലുള്ള കേസ് ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മളെല്ലാവരും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ല പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ മെയിൻ ഉദ്ദേശം ഈ ഒരു ഇംഗ്ലീഷ് എക്സാമിന് മാക്സിമം സ്കോർ ചെയ്യാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യണം. ഇതൊരു ട്രിക്കല്ല, ഇതേ വർക്ക് ആവുള്ളൂ നമ്മുടെ ലോങ് റണ്ണിൽ. അപ്പൊ നമ്മൾ ആവശ്യമായ സാധനങ്ങൾ കണ്ടൻസ് ചെയ്തിട്ട് അതിന്റെ ഒരു കീ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. ഞാൻ ഇന്ന നട്ട്ഷെല്ല് തരാം, നമ്മുടെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇന്ന നട്ട്ഷെല്ല് തരാം. അപ്പൊ കീ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അത് മാത്രമേ നമുക്ക് ഉത്തരമായിട്ട് എഴുതേണ്ടി വരുള്ളൂ. ഇനി നമ്മൾ ഉത്തരമായിട്ട് എഴുതുന്നത് കീ നോട്ട്സ് ആണോ? അല്ല. നമ്മൾ ഉത്തരമായിട്ട് എഴുതാൻ വേണ്ടി പോയിന്റ്സിലേക്ക് വരാം. ഉത്തരമായിട്ട് എഴുതാൻ വേണ്ടി പോകുന്നത് ഡിസ്കോഴ്സുകളാണ്. എന്താ ഡിസ്കോഴ്സുകൾ? അറിയാത്തവരും അറിയുന്നവരെയൊക്കെ എല്ലായിട്ടുമായിട്ട് പറയാൻ, ഡിസ്കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതുന്ന ലെറ്റർ, ഡയറി, കോൺവെർസേഷൻ, നോട്ടീസ്, പ്രൊഫൈല്, ഇങ്ങനെ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളെയാണ് നമ്മൾ ഡിസ്കോഴ്സസ് എന്ന് വിളിക്കുന്നത്. നമ്മൾക്ക് ഒരിക്കലും ചാപ്റ്ററിന്റെ സമ്മറി എഴുതാൻ വേണ്ടി ചോദിക്കില്ല, ചാപ്റ്ററിന്റെ കീ നോട്ട്സ് എഴുതാൻ വേണ്ടി ചോദിക്കില്ല, ചാപ്റ്ററിലെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കും. പക്ഷെ ഡിസ്കോഴ്സുകളും ഫോർമാറ്റുകളുമാണ് നമ്മൾ മെയിൻ ആയിട്ട്. എല്ലാ ഡിസ്കോഴ്സുകൾക്കും, ചില ഡിസ്കോഴ്സുകൾക്ക് ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ലെറ്റർ എഴുതുന്ന സമയത്ത് ഇവിടെ ഡേറ്റ് എഴുതണം, ഇവിടെ നിങ്ങൾ ഒപ്പിടണം എന്നുള്ള കൃത്യമായിട്ട് നമ്മളത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ മാർക്കൊന്നും കിട്ടൂല. പക്ഷെ നിങ്ങളോട് ഇപ്പൊ ഒരു പോയത്തിൽ നിന്ന് ഒരു അപ്രിസിയേഷൻ നോട്ട് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റ് എഴുതി ഇവിടെ ഒപ്പിട്ട് ആവശ്യമില്ല. നമുക്ക് അതിനൊരു റിജിഡായ സ്ട്രക്ചർ ഇല്ല, റിജിഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഇല്ല. പക്ഷെ അതിന് എന്തുണ്ട്?
സ്ട്രക്ചർ ഉണ്ട്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരണം, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമില്ല എന്നുള്ളതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ലെറ്ററിന്റെ കേസിലാണെന്നെങ്കിൽ അവിടെ നമ്മൾ ഫോർമാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു അപ്രിസിയേഷൻ നോട്ട് എഴുതുന്ന സമയത്ത്, ഒരു പാരഗ്രാഫ് എഴുതുന്ന സമയത്ത്, നമ്മൾ റൈറ്റപ്പോ അല്ലെങ്കിൽ എസ്സേ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ സ്ട്രക്ചർ ആണ്. പിന്നെ മോർ ഓവർ എല്ലാ ഡിസ്കോഴ്സുകൾക്കും നമുക്ക് വേണ്ട സാധനം പ്രാക്ടീസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ ഡിസ്കോഴ്സുകളും ഫോർമാറ്റുകളുമാണ്. ആദ്യം നമുക്ക് ചാപ്റ്ററിനെ കണ്ടൻസ് ചെയ്യണം. നമുക്ക് ഓൾറെഡി ഡെപ്ത് ഉണ്ട്, എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ഓൾറെഡി അറിയാം. ഇനി നമുക്ക് വേണ്ടത് ചാപ്റ്റേഴ്സിനെ കണ്ടൻസ്ഡ് ഫോമിലാക്കി അതിനുള്ള എക്സാമിലേക്ക് ആവശ്യമായുള്ള കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് ഒരു കണ്ടൻസ്ഡ് നോട്ട് ഉണ്ടാക്കി അത് ഞാൻ തരും എന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും, അപ്പോൾ കുറച്ചുകൂടെ പ്രാക്ടീസ് ആയിരിക്കും. രണ്ടാമത് വേണ്ടത് ഡിസ്കോഴ്സുകളും അതുപോലെ തന്നെ ഫോർമാറ്റുകളാണ്. കാരണം നമ്മൾ ഒരിക്കലും ഈ കീനോട്ട്സുകളല്ല ഉത്തരം എഴുതാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഇതിന്റെ ഫോർമാറ്റിലൊക്കെ ആക്കിയിട്ട് ഡിസ്കോഴ്സുകളാക്കിയിട്ടാണ് എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതാണ് അടുത്ത കാര്യം. ഇനി പോയിന്റ്സിലേക്ക് വരുമ്പോൾ ഇവിടെ സ്ലൈറ്റ്ലി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. പോയിന്റ്സിലേക്ക് വരുന്ന സമയത്ത് നമ്മളിവിടെ ലൈൻ ബൈ ലൈൻ മീനിങ് മനസ്സിലാക്കിയേ പറ്റും. അവിടെ നമ്മൾ പ്രോസ് എഴുതുന്ന സമയത്ത്, നമ്മൾ എസ്സേയോ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി എഴുതുന്ന സമയത്ത് അത് നിർബന്ധമല്ല. പക്ഷെ പോയിന്റ്സിന്റെ കേസിൽ ലൈൻ ബൈ ലൈൻ മീനിങ് ആവശ്യമാണ്. പറയാനുള്ള കാരണം ഇവിടെ ചോദിക്കുക, 2 വരി കൊടുത്തിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. അവിടെ അത് ചോദിക്കൂല. അവിടെ അത് ചോദിച്ചു കഴിഞ്ഞാൽ സ്കോപ്പില്ല. കാരണം എത്രയോ വരികളുണ്ട്. പക്ഷെ പോയിന്റ്സിന് വളരെ ലിമിറ്റഡ് ആയ വരികളേ ഉള്ളൂ, കുറച്ച് വരികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ലൈൻ ബൈ ലൈൻ മീനിങ് നമ്മൾ പഠിച്ചേ പറ്റൂ. അതെല്ലാ വീഡിയോയിലും ഞാൻ പോയിന്റ്സിന് കുറച്ച് അധികം സമയം എടുത്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിന്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയാൽ മതി, ബാക്കി നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാം. പിന്നെ ലൈൻ ബൈ ലൈൻ പഠിച്ചു വെക്കുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൻട്രൽ തീം മനസ്സിലാക്കുന്നത്. എന്തിനെ കുറിച്ചിട്ടാണ് ഈ പോയം എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 4 ചാപ്റ്ററുകളും വരുന്നതിലെ കുറച്ച് ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കഥകളും അല്ലെങ്കിൽ കവിതകളും ഇൻസ്പിറേഷണൽ ആണ് അല്ലെങ്കിൽ മോട്ടിവേഷണൽ ആണ്. ഇതിന്റെ ഒരു നേച്ചർ ഞാൻ പറയുന്നത്. അപ്പൊ ഇഫ് എന്ന് പറയുന്ന ഈ പോയല്ലേ, ഇഫ് എന്ന പോയം നമ്മൾ കുറച്ചും കൂടെ നമുക്കൊരു എനർജി തരുന്ന, ഒരു മുന്നിലേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരു പോയമാണ്, ഒരു ഇൻസ്പിറേഷണൽ പോയമാണ്. അപ്പൊ അതിന്ന് വരുന്ന സെൻട്രൽ തീമുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറെ ജനറലായ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാം. ചിലപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഡയറക്ട്ലി ചോദിക്കുന്നതായിരിക്കില്ല. ചിലപ്പോൾ ഇഫ് എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒരു അച്ഛൻ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ്, അഡ്വൈസസ് ആണ് ആക്ച്വലി ഇഫ് എന്ന് പറഞ്ഞുള്ള പോയത്തിൽ വരുന്നത്. അപ്പൊ അതിൽ നിന്ന് ജനറലായ ക്വസ്റ്റ്യൻസ് നമുക്ക് എഴുതാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിന്റെ സെൻട്രൽ തീം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. എന്തിനെ കുറിച്ചാണ് സെൻട്രൽ ആയിട്ട് അത് പറയുന്നത്, അതിന്റെ മെയിൻ ആയിട്ടുള്ള തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു ഐഡിയ ആണ്. അല്ലാതെ നമ്മൾ വെറുതെ പോയും പറ എന്ന് വായിച്ച് പഠിച്ചതുകൊണ്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവില്ല, അതിന്റെ തീം നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പൊ തീം എന്താണെന്നുള്ളത് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പോയറ്റിക് ഡിവൈസുകൾ, ഒരു പോയത്തിലുള്ള പോയറ്റിക് ഡിവൈസുകൾ മാറ്റിയെടുത്ത് എഴുതണം. അതിൽ എന്തൊക്കെയാണ് വരുന്നത്, എവിടേക്കാണ് വരുന്നത്. കാരണം ഇതും 2 മാർക്ക് 1 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. മെറ്റഫർ എവിടെയാ, പെർസോണിഫിക്കേഷൻ എവിടെയാ, പിന്നെ ഹൈപ്പർബല എവിടെയാ, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ഇതെന്തായാലും പഠിച്ചേ പറ്റൂ. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പോയറ്റിക് ഡിവൈസുകൾ എന്താണ്, പോയറ്റിക് ഡിവൈസുകൾ എന്നുള്ളത് പഠിക്കണം. അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസുകൾ ഈ 2 പോയത്തിലും, നമ്മുടെ ഇഫ് എന്ന് പറഞ്ഞുള്ള പോയും ഡെത്ത് ആൻഡ് ലെവലർ എന്ന് പറയുന്ന 2 പോയത്തിലുള്ള കംപ്ലീറ്റ് പോയറ്റിക് ഡിവൈസുകൾ പഠിക്കണം. എന്തായാലും ചോദിക്കും. ഈ 2 പോയത്തിൽ എവിടെന്നെങ്കിലും ഒരു പോയറ്റിക് ഡിവൈസ് ചോദിച്ചിരിക്കും, ഷുവറാണ്. പിന്നെ വേണ്ട നമുക്ക് അപ്രിസിയേഷൻ ആണ്. 2 പോയത്തിന്റെ അപ്രിസിയേഷൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്രിസിയേഷൻ എഴുതുന്നതിന് അങ്ങനെ റിജിഡ് ആയ ഒരു ഫോർമാറ്റ് ഒന്നുമില്ല. അവിടെ ഒപ്പിട്, ഇവിടെ ഡേറ്റ് എഴുത്, ഇവിടെ പേര് എഴുത്, നാളെ എഴുതുക, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം, എന്തൊക്കെ കാര്യങ്ങൾ വരണ്ട എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു സ്ട്രക്ചർ ഉണ്ട്. അതായിരിക്കും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ചില കേസുകൾ ഇത്രയും മതി കേട്ടോ, ഇത്രയും മതി ശരിക്കും പോയത്തില്. പക്ഷെ ചില കേസുകളിൽ നമ്മൾ സിമിലർ തീമിൽ വരുന്ന വേറൊരു പോയമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. തൽക്കാലം അവിടെ വെച്ചേക്കും. അത് +2-ലേക്കാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. നമ്മൾ എന്തായാലും ഒന്ന് നോക്കാം, ചിലപ്പോൾ ചോദിച്ചാലോ. അതുകൊണ്ട് നമ്മൾ ഈ 4 ഇവിടെ പഠിച്ചു വെക്കാം. അപ്രിസിയേഷൻ, പോയറ്റിക് ഡിവൈസുകൾ, സെൻട്രൽ തീമുകൾ എന്താണ്, ലൈൻ ബൈ ലൈൻ മീനിങ്ങുകൾ എന്താണ്. അപ്പൊ പോയം ഒരുവിധം സെറ്റാണ്. പോയത്തിൽ നിന്നൊന്നും ഒരു മാർക്കും പോവില്ല. ഓക്കെ, ഇനി നമ്മുടെ നമുക്ക് പേടിയുള്ള ഒരു സാധനമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ +1-ന്റെ ഗ്രാമർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒന്നും ചോദിക്കാറില്ല. വളരെ വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, എന്തായാലും നമുക്ക് ഉറപ്പാണ് ഈ സാധനം വരും എന്നുള്ള സാധനങ്ങളെ ചോദിക്കാറുള്ളൂ. എഡിറ്റിംഗ് ചോദിക്കാറുണ്ട്, കോഹീസീവ് ഡിവൈസുകൾ ചോദിക്കാറുണ്ട്, റിപ്പോർട്ടഡ് സ്പീച്ച് ചോദിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. സാധാരണഗതിയിലെ ഒരു 95% കേസുകളിലും
ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണേ ചോദിക്കാറുള്ളൂ. എഡിറ്റിംഗ് റിപ്പോർട്ടർ സ്പീച്ചും ചോദിക്കും, ചില സമയത്ത് എഡിറ്റിംഗ് കോഹീസീവ് ഡിവൈസുകളും ചോദിക്കും. ഇതിൽ രണ്ടെണ്ണയാണ് സാധാരണ, മൂന്നെണ്ണം വരുന്നത് കുറവാണ്. പക്ഷെ ഈ മൂന്നെണ്ണമാണ് നമ്മൾ സ്പെസിഫിക്കലി പഠിക്കേണ്ടത്. വളരെ എളുപ്പമാണ്, ഇതിന് നമ്മൾ അത്ര സമയമൊന്നും പോകില്ല. 3 വീഡിയോകളും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. എഡിറ്റിംഗ് എന്താണ്, എഡിറ്റിംഗ് എങ്ങനെ ചെയ്യണം, കോഹീസീവ് ഡിവൈസുകൾ എങ്ങനെ ചെയ്യണം, റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ പ്രെഡിക്റ്റബിൾ ആണ്. അങ്ങനെ ഒരുപാട് റൂൾസ് ഒന്നും അപ്ലൈ ചെയ്യേണ്ട സാധനങ്ങളല്ല. നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് റിപ്പോർട്ടർ സ്പീച്ചും എഡിറ്റിങ്ങും. അതുപോലെ കോഹീസീവ് ഡിവൈസ് വളരെ സിമ്പിൾ ആണ്, നമുക്ക് കുറച്ച് വേർഡ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യമേ ഉള്ളൂ. സോ ഗ്രാമർ നമുക്ക് അവിടെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ആറാമത്തെയും അവസാനത്തെയും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയോ, നിങ്ങൾ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് എടുത്തു നോക്കിയേ. ചില പാഠത്തിൽ നിന്നൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത്. ഭയങ്കര റിപ്പീറ്റഡ് വാല്യൂ ഉള്ള സാധനമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, 1ാമത്തെ യൂണിറ്റിലെ 4 ചാപ്റ്ററുകളും മോട്ടിവേഷണൽ ആണ്, ഇൻസ്പിറേഷൻ ആണ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു സാധനമാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്. അതിലുള്ള പാരന്റിങ്ങിന്റെ ഇതിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഫാമിലിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചോ, ഫിയറിനെ ഓവർകം ചെയ്യുന്നതിനെ കുറിച്ചോ ചിലപ്പോൾ ഒരു സ്പീച്ച് ചോദിക്കാം, ചിലപ്പോൾ ഒരു റൈറ്റപ്പ് ചോദിക്കാം. സ്ഥിരമായിട്ട് വരുന്ന സാധനമാണ്. ഇനി ഐ വിൽ ഫ്ലൈയിൽ നിന്ന് സ്പീച്ച് പലപ്പോഴും വരാറുണ്ട്, ചിലപ്പോൾ റൈറ്റപ്പും വരാറുണ്ട്. ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന് പലപ്പോഴും പ്രൊഫൈൽ തന്നെ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈൽ എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്, പാരഗ്രാഫ് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഇഫ് എന്ന പോയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ പോയിറ്റ് ഡിവൈസുകൾ ചോദിക്കാം, ചിലപ്പോൾ ഒരു 2 മാർക്കിനോ 4 മാർക്കിനോ ഒരു ലൈനിന്റെ 2 ലൈൻസിന്റെ അർത്ഥം ചോദിക്കാം, അപ്രിസിയേഷനും ചോദിക്കാം ഓഫ് കോഴ്സ്. പിന്നെ തീം വെച്ചിട്ടുള്ള കളികളാണ്, അതുകൊണ്ടാണ് ഞാൻ സെൻട്രൽ തീം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ആൻഡൻ ഗാന്ധി ഗെയിമിൽ നിന്ന് എസ്സേ തന്നെ ചോദിക്കാറുണ്ട്, ആ ഒരു തീം വെച്ചിട്ട് എസ്സേ തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ ഡെത്ത് ലെവലറിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോയത്തിൽ നിന്ന് വളരെ പ്രെഡിക്റ്റബിൾ ആണ്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ കുറിച്ച് ഒരു ഐഡിയ വേണ്ടതാണ് നമ്മുടെ അവസാനത്തെ സാധനം. റിപ്പീറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെ അങ്ങോട്ട് മാറ്റി എഴുതുക, എന്നിട്ട് ആ ഫോർമുലേറ്റഡ് ആൻസർ, ആ ആൻസറിൽ എന്തൊക്കെയുണ്ട് അങ്ങോട്ട് എഴുതുക. ഉഡായിപ്പാണല്ലോ നമ്മുടെ ഉദ്ദേശം. ഇതാണ് എളുപ്പ വഴി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസിന് ഒന്നും മാർക്ക് ഡൗൺ ചെയ്യുക, എങ്ങനെയാണ് അതിന്റെ ഉത്തരം എഴുതിയിരിക്കുന്നത് നോക്കുക. നിങ്ങൾക്ക് നെറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്, ഞാൻ കൊണ്ടുവരാൻ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് നമ്മുടെ പ്ലാൻ ആണ് ആക്ച്വലി ഞാൻ പറഞ്ഞത്. വളരെ സിമ്പിൾ ആണ്. ഈ ഒരു 6 കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. പോയിംസ് പഠിക്കുന്നതിന് കുറച്ച് പ്രത്യേക രീതികളുണ്ട്, നമ്മൾ പ്രോസ് പഠിക്കുന്നതിന് കുറച്ച് രീതികളുണ്ട്, ഡിസ്കോഴ്സുകൾ നമ്മൾ ഇതിനെ ബ്രിഡ്ജ് ചെയ്യും, കുറച്ച് എന്താ പറയാ ഇങ്ങനെ ഡ്രിസിൽ ചെയ്യുന്ന രീതിയിൽ കുറച്ച് നമ്മൾ ഗ്രാമറും പഠിക്കുക. അത്രയേ ഉള്ളൂ. കാരണം ഗ്രാമർ കുറച്ചേ ഉള്ളൂ. ഈ ഒരു 6 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിന്റെ ആ ഒരു അകാരണമായ പേടിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു മാപ്പ് മാത്രമാണ്, റൂട്ട് മാപ്പ് മാത്രമാണ്. ഇനി നമ്മുടെ ശരിക്കുള്ള പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നുള്ളൂ. നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ഈ ഒരു വലിയ പേടിയെ നമുക്ക് മെൽറ്റ് ഡൗൺ ചെയ്തെടുക്കാം. ഓക്കെ, താങ്ക് യു.